ഹലോ, കുപ്പായ എപ്പിടിയുണ്ട്, ഇഷ്ടപ്പെട്ടോ? മോളുടെയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് ഉസ്ബെക്കിസ്ഥാനിൽ വന്നിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഇങ്ങനെ കാണുമല്ലോ. നമ്മളിവിടെ ഒരു വൈൻ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഇവിടെ മുന്തിരിത്തോട്ടം ഉണ്ട്, വൈനും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നാൽ എന്തൊക്കെയുണ്ട് ഏതൊക്കെയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം. അതേ ബ്ലൂ ചെടീനെ ഇൻട്രോയിൽ കാണിക്കണ്ടേ? അതെ, ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ അന്വേഷിപ്പാകുന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് മുന്തിരിത്തോട്ടത്തിൽ വന്നിട്ട് ഇത് കണ്ടോ, ഇവിടെ ടുലിപ്പ് പൂവുകൾ നല്ല ഭംഗിയുണ്ട്. നോക്കിയാൽ മരത്തിൻ്റെ മേലൊക്കെ നോക്കിയാൽ. ഹായ്. വെൽക്കം. താങ്ക് യു. ഇതിൻ്റെ മരങ്ങളിലൊക്കെ പോകും. ഇപ്പം ഗൈസിൻ്റെ വീഡിയോൻ്റെ ഓണാക്കാൻ വേണ്ടി ആ പോക്ക് കണ്ടല്ലേ, കാള വാല് പൊന്തിച്ച് അത് അപ്പിടാനാന്ന് അറിയുന്ന പോലെയാണ്. ആകാശ് വീഡിയോ എടുക്കാനാണ് പോകുന്നതെങ്കിൽ ഉണ്ടല്ലോ, ഗൈസ് പറയാൻ വേണ്ടി ദൂരെ പോകും, നമ്മുടെ മുമ്പിലൊന്നും വരില്ല. ഹേ ഗൈസാണ് ഇപ്പോൾ പോകുന്നത്. അടിപൊളി സ്ഥലമാണ്. അവിടെയാണ് മുന്തിരിത്തോട്ടം. പക്ഷെ മുന്തിരി ഉണ്ടാകുന്ന സീസൺ അല്ല ഇത്. എന്നാലും എന്തെങ്കിലുമൊക്കെ മരുന്ന് അവിടെ എവിടെയും കാണുമെന്ന് നോക്കാനേ പറ്റുള്ളൂ, കാരണം സീസണല്ല. കണ്ടോ, വള്ളിയൊക്കെ തളർത്ത് വരുന്നേ ഉള്ളൂ. എടാ, അവരെ കാണുന്നില്ല, അവർ വൈനിടുന്നടുത്ത് പോയി. പല കളർ പൂക്കൾ കണ്ടോ. ഇപ്പം ഇവിടെ എന്താ പറയുക, പൂക്കളൊന്നും തളർക്കുന്ന കാലമല്ല, ആവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് പൂവല്ലേ നിങ്ങൾ ചോദിക്കും, അതൊക്കെ ഒരു സീസണൽ ഫ്ലവറാണ്. Wine here, and now you can see our trees. In our territory we use 7 different technologies to the growing grape and producing wine. And now you can see the first technique is from the French, from which we take French famous grapes varieties like Cabernet Sauvignon and Pinot Noir. And in our territory we're using 100% of the drop. അമ്മ പറ. മോഡല് നമ്മുടെ വയനാട്ടിൽ എത്ര കല്ലുണ്ടല്ലേ. ഇതിനൊക്കെ അർത്ഥമുണ്ട്. ഈ ചെറിയ കല്ലിനും വലിയ കല്ലിനും അതിന് വലിയ കല്ലിനും. വലിയ കല്ല് പവറാണ്. ഇത് സായിപ്പുകാരെ പറ്റിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ എന്തോരം കല്ലുള്ളത്, പക്ഷെ പറയാൻ പറ്റില്ല കേട്ടോ, നമ്മളൊന്നിനെയും തള്ളി പറയുന്നില്ല. നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്, നിങ്ങൾക്കൊന്നും പറയാല്ലേ, നിങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ഇരുന്ന് ആണോ? നമ്മളെ കാണിക്കാൻ വന്നവരാണ് ഇവര്. ട്രാൻസ്ലേറ്റർ നമ്മുടെ അമ്മയാണ്. Yeah, it's our Greco-Roman cycle, and inside of the cycle you can see the big head. It's a big head of the god who named it the Florence. He specialized on the plants, and sometimes you can ask some legal help. വെരി ഇൻട്രസ്റ്റിംഗ്. ഈ ഭൂതത്തിന്റെ ചെവിയിൽ എന്ത് പറയുന്നത്, രാത്രി അതിന്റെ മറുപടി വരും എന്നാണ് പറയുന്നത്. ഇത് വന്ന് പറഞ്ഞു തരും. ഞാനോട് ചെവിയിലൊരു കാര്യം ചോദിച്ചതിന്റെ മറുപടിയാണ് തരുന്നത്. ഇവരുണ്ടല്ലോ ശരിക്കും കല്ലും ചെറിയ കുഞ്ഞു കുളങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മളോട് പറയാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. നമ്മുടെ നാട്ടിൽ ഇതല്ല, ഇതിന്റെ അപ്പുറം ഉണ്ട് നമ്മളോട്. അങ്ങനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കും, ഭാഷ അറിയട്ടെ. വിഷു ആയിട്ട് ആകാശക്കാണി കണ്ടില്ല പറയുന്നത്. ഇവിടെയുള്ള ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുന്നതാണ്. നമ്മൾക്കൊക്കെ നമ്മുടെ കാട്ടില് വയനാടിന്റെ ഒക്കെ എത്ര കാട് ഇവർ കണ്ടിട്ടുണ്ടോ? ഇവരോട് പറയേണ്ടതെന്ന് പറയാം, നമ്മുടെ വയനാട്ടിലേക്ക് ഒന്ന് വാങ്ങും. പക്ഷെ നമുക്കിത് സംഭവം ഇല്ലെങ്കിലും ഇവിടെ വരുന്ന ഫോറിനേഴ്സിനുണ്ടല്ലോ ഭയങ്കര സംഭവം. മുന്തിരിത്തോട്ടമൊക്കെ അപ്പുറത്താണുള്ളത്, പക്ഷേ ഒറ്റ മുന്തിരി പോലും ഇല്ല, ഒരു സിംഗിൾ മുന്തിരി പോലും ഇല്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ സീസണല്ല. ഇതൊക്കെ നാച്ചുറലൊന്നുമല്ല, ആർട്ടിഫിഷ്യലാണ് അവർ കൊണ്ടുവച്ചിട്ട്. പക്ഷേ നമ്മളോട് ഭയങ്കര സംഭവമായിട്ട് അവർ പറയുന്നത്. പക്ഷേ നമുക്കിത് സംഭവമല്ല, നമ്മൾ അങ്ങനത്തെ ഒരു പ്രദേശത്തു നിന്ന് വരുന്നതാണല്ലോ. പക്ഷെ ഇവിടെ വരുന്ന മറ്റു പലർക്കും ഇതൊരു വലിയ സംഭവം തന്നെയാണ് കേട്ടോ. മുന്തിരിക്ക് നനയ്ക്കാനുള്ള വെള്ളം. ഇവിടെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പിള്ളേരെ? ഇല്ല, കടലും ഇല്ല. കുളിക്കാറുണ്ടോ നിങ്ങള്? അപ്പിട്ട കഴുകാൻ വെള്ളമല്ല,
അതാണ് ആള് ശരിക്കും ഉദ്ദേശിച്ചത്. ബാക്കി എല്ലാ കാര്യത്തിലും നിങ്ങൾ ഹാപ്പിയാണ് അല്ലേ? ഇത് നമ്മുടെ MBBS സ്റ്റുഡൻസ് ആട്ടോ, തഷ്കൻഡ് മെഡിക്കൽ അക്കാദമിയിൽ. പക്ഷേങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു കൺട്രി ആയിട്ട് ഇവിടെ അപ്പി എഴുതാൻ വെള്ളമില്ലായിരുന്നപ്പോൾ എനിക്ക് ആകെ ഷോക്കായി. നിങ്ങൾ ഹോസ്റ്റലിൽ, നിങ്ങൾ മലയാളി ഹോസ്റ്റലല്ലേ? ആണോ? നമ്മള് ഭാവി തലമുറയ്ക്ക് എടുത്തേക്കൂല. വൈനുണ്ടാക്കുന്ന സ്ഥലം. Wine factory, and we started with this machine with the separating apparat who helps to separating grape from the green part, and then we take some little pump. After that, the pump transported and placed here, crushing with the 2 steps, and then we take the grape juice by chemically transported and placed into this fermentation. Stay here with the first of 3 or 4 days with the active process of the fermentation with നവംബർ വരെ വെയിറ്റ് ചെയ്യണം. പക്ഷെ നമ്മൾക്കൊന്നും വൈൻ കുടിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. സത്യത്തിൽ ഇവിടെ വരുന്നത് ഈ വിളവെടുപ്പ് സീസണിൽ അല്ലാത്ത കാരണം ഭയങ്കര നഷ്ടമാണ് കേട്ടോ. ഇവിടെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നല്ല എമൗണ്ട് ആയിട്ടുണ്ട്. വൈൻ ടേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ കൊടുക്കണം. നമുക്ക് വൈൻ ടേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കാണാൻ വേണ്ടിയുള്ള മാത്രമേ എൻട്രി പാസ് എടുത്തുള്ളൂ. അപ്പോൾ ഇവിടെ വൈൻ ബോട്ടിൽ വൈൻ നിറയ്ക്കുന്നുണ്ട്. First of all, bottles need to wash it. It's a white dry wine. How much are 13%. ഇത് ടേസ്റ്റ് ചെയ്യാൻ തരില്ല കേട്ടോ. ടേസ്റ്റ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം. വൈനിന് അഡിക്ഷൻ ഉള്ളവരുണ്ട്. വൈനിനോട് മാത്രം ക്രേസ്, അഡിക്ഷൻ അല്ല ക്രേസ്. Collection wine from the first year of the production. You can see collection wine and another oak barrels, but in this oak barrels we keeping our strong. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിരാശയായിരുന്നു. കാരണം മുന്തിരീൻ്റെ സീസണൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് തവളേനൊക്കെ കാണിച്ചു തന്നിട്ട് പറയാൻ ഇവിടെ ഫ്രോഗ് ഉണ്ട് ഇതൊക്കെ. നമ്മളെത്ര തവള പൊട്ടിന് എത്ര വേണം ഇവിടെ കൊണ്ടിടാം അല്ലേ അമ്മ? തവളേനെയൊക്കെ കാണിച്ചിട്ട് ഇവിടെ ഫ്രോഗ് ഉണ്ട് ഇവിടെ ഫ്രോഗ് ഉണ്ട്. പിന്നെ അമ്മ ഒന്ന് കസറി നല്ല ഇംഗ്ലീഷിലൊക്കെ. അപ്പോൾ ഈ കുറേ അരേനെ കിട്ടാതിരിക്കുക. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. നമ്മളിൻ്റെ സ്റ്റുഡൻസിന് ഇപ്പോൾ നമ്മുടെ കൂടെ സ്റ്റുഡൻസും വന്നിട്ടുണ്ട്. അവർക്ക് ഫുഡ് വാങ്ങി കൊടുക്കണം, അവരെ ഹോസ്റ്റലിൽ കൊണ്ടുവരണം. അത് കഴിഞ്ഞ് നമ്മുടെ യൂണിവേഴ്സിറ്റി വിസിറ്റിങ്ങിന് വന്നു കേട്ടോ. നേരെ വൈൻ ഉണ്ടാക്കുന്നിടത്തുനിന്ന് ഇവിടെ നമ്മുടെ കുറേ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ യൂണിവേഴ്സിറ്റി വിസിറ്റിംഗ് കഴിഞ്ഞൊരു ബ്രേക്ക് എടുത്തു. ഇന്നലെ നമുക്ക് വാങ്ങിത്തന്ന ഇതാണ് ബക്ലാവ. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. ഇത് 4 ടൈപ്പ് ഉണ്ടായിരുന്നു. 4നും വ്യത്യസ്ത ടേസ്റ്റുകളാണ് കേട്ടോ. ഭയങ്കര മധുരം എന്ന് വെച്ചാൽ ഭയങ്കര മധുരം. കട്ടൻ ചായൻ്റെ കൂടെ മാത്രമേ നമുക്കിത് കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ബക്ലാവ ലവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ കുനാഫ കഴിക്കാൻ വേണ്ടി വേറെ പോകുന്നുണ്ട്. ഇവിടെ മധുരം അല്ലാതെ എരിവുള്ളൊരു സാധനം കിട്ടുമെന്ന് വിചാരിക്കണം. മധുരം യഥേഷ്ടം കിട്ടും. അമ്മ ഉണ്ടോ ഗെയിം കളിക്കാം? പിന്നെ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ്. ഇത്രയും കുശുമ്പേര് മോളിൽ കാപ്പിലുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഇതിൻ്റെയൊക്കെ പകുതി ഞാൻ കഴിക്കും, പകുതി നീ കഴിക്കണം കേട്ടോ. അപ്പോൾ നല്ല കട്ടൻ ചായയും കൂട്ടി ഞങ്ങൾ കഴിക്കാൻ പോകുകയാണ്. ഓക്കെ, നല്ല ഇലക്ക ചായ. നമ്മളിതേ ഒന്ന് പുറത്തിറങ്ങാണ്. എപ്പോൾ പോകുമ്പോഴും നമ്മുടെ കൂടെ നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ടാവും കേട്ടോ. ഇവർ TMA യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലേക്ക്. അപ്പോൾ ഇവരുടെ കൂടെ ഒന്ന് കുനാഫ കഴിക്കുക, എന്താ അറിയില്ല, എന്തോ കഴിക്കാൻ വേണ്ടി പോവാണ്. ഹായ് ബോഡിഗാർഡ്. ഇവിടെ ഒരു കൊച്ചിനെ കണ്ടേ. ആ കൊച്ച് നമ്മളോട് എടുക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ അതിന് നമ്മൾ എടുത്തിട്ട് കാണിച്ചത്. നമ്മുടെ നാടും ഇവിടെയും തമ്മിൽ 1/2 മണിക്കൂറിന് വ്യത്യാസമാണുള്ളത്. താഷ്കെൻഡ് വന്നിട്ട് സിറ്റി മാൾ കാണാത്ത ബുദ്ധൂസുകൾ എന്ന് നമ്മൾ വിളിച്ച സ്ഥിതിക്ക് നമ്മൾ ഇവരുടെ കൂടെ താഷ്കെൻഡിൽ വന്നിട്ട് മാൾ കാണാൻ പോകാം കേട്ടോ. നമ്മുടെ പിള്ളേർ പറയാണ്
തഷ്കന്റ് വന്നിട്ട് സിറ്റി മാള് കണ്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളെ ഒന്നിനും കൊള്ളൂലാന്ന് പറഞ്ഞ ആളുടെ മുഖം കാണിക്കത്താ മന്നെ. ഇവിടെ ഇന്നലെ എവിടേക്കാ അറിയാം കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് രാവിലെ കിടന്നുറങ്ങിയ ടീമാ. പോവാന്നാലും സിറ്റി മാളില്. അപ്പോൾ ഇതേ ഞങ്ങൾ എല്ലാരും കൂടെ സിറ്റി മാളിൽ എത്തിട്ടോ. ക്യാമറ തുടയ്ക്കാൻ പറയുന്നു ക്യാമറമാൻ. ഇപ്പൊ തുടയ്ക്കാം. തഷ്കന്റ് സിറ്റി മാൾ. അമ്മ ഫോട്ടോ എടുക്കാം. അവിടെ പോയി നിൽക്ക്. ഇവിടെ വന്നപ്പോൾ ഒരു വേറൊരു മോഡേൺ ലുക്കൊക്കെ ഉണ്ട്. അമ്മ ചരു അവിടെ പോയി ചരുവിന്റെ ഫോട്ടോ എടുക്കട്ടെ. അമ്മ ഫോട്ടോ എടുക്കുമ്പോണ്ടല്ലോ ചുണ്ടിങ്ങനെ കടിച്ചു പിടിച്ചൊരു നിപ്പാണ്. ആ ഒരു പോസ് തന്നെ ഉള്ളൂ എല്ലാ ഫോട്ടോയ്ക്കും കാണിച്ചു. അമ്മേൻ്റെ ഒരു ഫോട്ടോ. പല ടൈപ്പ് ആഡംബര വാഹനങ്ങളുണ്ട് കേട്ടോ അവിടെ. എനിക്കങ്ങനെ മാളിൽ കറങ്ങാൻ വലിയ താല്പര്യമില്ല. ഒന്നാമത് കയ്യിൽ തീരെ പൈസയില്ല. മാളിലൊക്കെ കറങ്ങുന്ന കയ്യിൽ നല്ല പൈസ വേണം. നമ്മുടെ നാട്ടിലെ ഫുഡ് കോർട്ടിൽ ശരിക്കും ഇതുവരെ ഇവിടെ വന്ന ഒരു മാളിൽ ഇത്രയും ആൾത്തിരക്കില്ല കേട്ടോ. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ്. പിന്നെ ഇവിടെ ഫുഡ് എന്ന് പറയുന്നത് പിസ്സ, ഫ്രൈഡ് ചിക്കൻ, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ KFC ഉണ്ട്. ഞങ്ങൾ തെറ്റത്ത് KFC കണ്ടിരുന്നു. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. KFC ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ അത്ര ടേസ്റ്റും ഇല്ല. പിന്നെ ചൂടോടെയല്ല ഇവർ ഒരിക്കലും തരും, തണുത്ത് മരവിച്ചത്. നിങ്ങളിങ്ങനെ ഇങ്ങനെ പറയാൻ വരുന്നത് നമ്മള് കുനാഫ കഴിക്കാനോ? എല്ലാവർക്കും ഒരേ ഒരു ആഗ്രഹം കുനാഫയാണ്. സൂപ്പർ. അത് കുഴപ്പമൊന്നുമില്ല. യൂട്യൂബ് വ്ളോഗ് അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മളങ്ങനെ സിറ്റി മാളിൽ എത്തിയേ. ഓക്കെ, ഇത് കഴിഞ്ഞ് നമ്മൾ ഹോസ്റ്റലിൽ പോകണം അല്ലേ? നമ്മുടെ പിള്ളേരാണ് കേട്ടോ നമ്മളെല്ലായിടത്തും കൊണ്ടു കിടക്കുന്നത്. അമ്മ ഇങ്ങോട്ട് ഓടുന്നതെന്നറിയോ? അമ്മയ്ക്കുണ്ടല്ലോ നമ്മുടെ ഇവിടെ സ്റ്റുഡൻസ് താമസിക്കുന്ന ഹോസ്റ്റലുണ്ട്. ഇന്ന് അവർക്ക് അവിടെ ഫുഡ്, അവർക്കതല്ല ഇന്ന് അവിടെ മലയാളി ഫുഡ് തന്നെയാണ്. മലയാളി മെസ്സാണ്, കേരള മെസ് എന്ന പേര് തന്നെ. അപ്പം അമ്മ അവിടെ ഫുഡ് കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞ് ഓടുന്ന ഓട്ടാണ്. അപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ വന്നിട്ട് ഇനി മെട്രോയിൽ കയറിയില്ല എന്ന് പറയണ്ട, നമ്മൾ മെട്രോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണേ. നല്ല തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ മെട്രോന്ന് ഇറങ്ങി. നല്ല തിരക്കാട്ടോ, വീക്കെൻഡ് ആയതുകൊണ്ട്. ഇന്ന് ശനിയാഴ്ചയാണ്. ഇനി അടുത്ത മെട്രോയിൽ കയറണം നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത്. അങ്ങനെ ഇവിടുത്തെ മെട്രോ എക്സ്പീരിയൻസ് ചെയ്തു. അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിള്ളേരുടെ ഹോസ്റ്റലിലേക്ക് വന്നു കേട്ടോ. ആക്ച്വലി ഇവിടുത്തെ മെസ് ടൈമൊക്കെ കഴിഞ്ഞു, പക്ഷെ നമുക്ക് വേണ്ടി തുറക്കുകയാണ് കേട്ടോ. ഇതാണ് പിള്ളേരുടെ മെസ്സ്. പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് എല്ലാം പൂട്ടിയിട്ടുണ്ട്. നല്ല നമുക്കുള്ള ഫുഡ് ഇവിടെയുണ്ട്. നമ്മുടെ നോട്ടം മുഴുവൻ ഫുഡിലേക്കാട്ടോ. പിള്ളേർ നമുക്കുള്ള ഫുഡ് എടുത്ത് തരികയാണേ. അടിപൊളി ഗോതമ്പ് ദോശയാണല്ലോ. അമ്മേൻ്റെ മുഖം നോക്കി എല്ലി പുന്നല്ല് കണ്ട സന്തോഷമാണ്. ചോറുണ്ടെന്നാ പറഞ്ഞേ. പിള്ളേർക്ക് കഴിക്കാനുണ്ടാക്കിയ ചമ്മന്തി, കറി, ഗോതമ്പ് ദോശ. ഇന്നത്തെ വീഡിയോയുടെ വൈകിട്ടാണ്. അടുത്തൊരു വീഡിയോമായി വരുന്നത്. വേഗം കാണാൻ. സിസ്മി അല്ല ജോൺസൺ. ആ റെസ്റ്റോറൻറ്റ്